പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നാളെ കണ്ണൂർ DDE ഓഫീസ് കോമ്പൗണ്ടിൽ ജില്ലാതല ക്രിയേറ്റീവ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. നാളെ രാവിലെ 10-ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ EC വിനോദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ 35 സ്കൂളിൽ നിന്ന് 35 സ്റ്റാളുകളാണ്. അതുകൊണ്ട് തന്നെ 35 സ്റ്റാൾ എന്ന് പറയുമ്പോൾ വളരെ വിപുലമായ രീതിയിലാണ് നമ്മളിത് ആലോചിക്കുന്നത്. ഓരോ സ്റ്റാളിലും 10 വീതം കുട്ടികൾ, ഈ 35 ക്രിയേറ്റീവ് കോർണറുകളിൽ നിന്നുള്ള 10 വീതം കുട്ടികളാണ് ഓരോ സ്റ്റാളിലും വരുന്ന അതിഥികൾക്ക് കാര്യങ്ങൾ വിസ്തരിച്ചു കൊടുക്കുന്നത്. ജില്ലയിലെ സ്കൂളുകളിൽ നിന്ന് പരമാവധി കുട്ടികളെ, UP തലത്തിലാണ് ഈ കുട്ടികളുള്ളത്. അപ്പോൾ UP തലത്തിൽ, ഹൈസ്കൂളിൽ നിന്നും പരീക്ഷ ആയതുകൊണ്ട് തന്നെ UP തലത്തിൽ പരമാവധി കുട്ടികളെ നമുക്ക് ഈ ക്രിയേറ്റീവ് ഫെസ്റ്റ് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ 350 കുട്ടികൾ എന്തായാലും നിർബന്ധമായും ഇതിലുണ്ടാവും. അതുകൂടാതെ ഇത് കാണാൻ വേണ്ടി ഇതൊരു പൊതു പ്രദർശനമാണ്. രാവിലെ 10 മണി തുടങ്ങി വൈകുന്നേരം 4 മണി വരെ നീണ്ടു നിൽക്കുന്ന പ്രദർശനമാണ്. ഓരോ സ്റ്റാളുകളിലും അവരുണ്ടാക്കി കൊണ്ടുവന്ന ചില ഉപകരണങ്ങൾ, ചിലത് ലൈവായിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കിയാണ്. അപ്പോൾ വരുന്ന കുട്ടികൾക്കൊക്കെ അതിൻ്റെ പ്രസക്തി പറഞ്ഞു കൊടുക്കാനും, ഇത് LED ബൾബ് ഉൾപ്പെടെ അവിടെ വെച്ച് നിർമ്മിക്കുന്നുണ്ട്. അവിടെ നിർമ്മിച്ച് അത് വേണമെങ്കിൽ അവിടെ തന്നെ കത്തിച്ച് കാണിച്ചു കൊടുക്കുന്ന വിധത്തിൽ ചെറിയ കുട്ടികൾ, ആ കുട്ടികൾ അത് വളരെ നന്നായി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വളരെ നല്ലൊരു ക്രിയേറ്റീവ് ഫെസ്റ്റായിട്ട് മാറുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിൻ്റെ ഉദ്ഘാടനം, നമ്മുടെ ക്രിയേറ്റീവ് ഫെസ്റ്റ് ജില്ലാതലത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവരുകളാണ്. അതിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ മേയർ പി ഇന്ദിര അവരുകൾ. വാർത്താ സമ്മേളനത്തിൽ SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി, KV ദീപേഷ്, PK സബിത് എന്നിവരും പങ്കെടുത്തു. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.